മഴക്കാലത്ത് ഗാർഡൻ ലാമ്പ്, ഗേറ്റ് ലാമ്പ്, എക്സ്റ്റീരിയർ വാളിൽ വെച്ചിരിക്കുന്ന വാൾ ലാമ്പുകൾ ഓൺ ചെയ്ത ഉടനടി തന്നെ RCCBകൾ ട്രിപ്പ് ആവുന്നു. സർവ്വസാധാരണമായ ഒരു പ്രശ്നമാണ്. ഇതിന് എന്താണ് സാധാരണ ഇലക്ട്രീഷ്യന്മാർ ചെയ്യുന്നത്? സാധാരണ ചിലപ്പോൾ എക്സ്റ്റീരിയർ വയർ ചെയ്തിരിക്കുന്ന ലൈന് RCCB നിന്ന് ബൈപ്പാസ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ചില ആളുകൾ ഇത്തരം വയറുകളെ RCCBയിലേ കണക്ട് ചെയ്യാണ്ട് പുറമേ തന്നെ കണക്ട് ചെയ്യുന്നു. ഇത് ശരിയായ ഒരു രീതിയാണോ? പ്രത്യേകിച്ചും മെറ്റൽ ടൈപ്പുള്ള എക്സ്റ്റീരിയർ ലാമ്പൊക്കെ പുറത്ത് വെക്കുമ്പോൾ നമുക്ക് പോയി കുട്ടികളും മറ്റും പോയി തൊട്ട് ഷോക്ക് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ RCCBയിൽ നിന്ന് ബൈപ്പാസ് ചെയ്ത് കൊടുക്കുന്ന രീതി തെറ്റായ രീതിയാണ്. പക്ഷേ എങ്കിൽ 100% വാട്ടർ പ്രൂഫായി, അതും കൊല്ലങ്ങളോളം വാട്ടർ പ്രൂഫായി നിലനിൽക്കുന്ന ഒരു ലാമ്പും മാർക്കറ്റിൽ ഇറങ്ങിയില്ല. കൂടിപ്പോയ ഒരു 5-6 വർഷം നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതൽ കിട്ടിയെന്ന് വരാം. എന്നാലും ഒരു കാലം കഴിയുമ്പോൾ ഏത് വാട്ടർ പ്രൂഫ് ലാമ്പായാലും ഇത്തരം ട്രിപ്പിംഗ് പ്രശ്നവും ലീക്കേജ് പ്രശ്നവും ഉണ്ടാവുന്ന സർവ്വസാധാരണമാണ്. ഇതിനുള്ള ആക്ച്വൽ സൊല്യൂഷൻ എന്താണ്? അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് എൻ്റെ മാത്രം സംശയമല്ല, ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്ന ചോദ്യമാണ്. അതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഉത്തരമായിരിക്കും ഈ വീഡിയോയിൽ. പുതിയ വീടുകളും ബിൽഡിങ്ങുകളും എടുക്കുന്നവർക്ക് ഇലക്ട്രിക്കൽ ഡിസൈൻസും ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയും ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് എടുക്കാം. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു അവർ ചാനൽ ഷിഷിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യമാണ്. ഗാർഡൻ ലൈറ്റും ഗേറ്റ് ലാമ്പും ഒക്കെ RCCBയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് ഓൺ ചെയ്ത ഉടനടി തന്നെ ട്രിപ്പ് ആവുന്നു. ഇതുകൊണ്ട് തന്നെ മിക്ക ഇലക്ട്രീഷ്യന്മാരും ഗാർഡൻ ലൈറ്റും മറ്റും RCCBയിൽ കണക്ട് ചെയ്യാതെ പോകുന്നു. കാരണം മെയിൻ്റനൻസിനായി അവർ തന്നെയാണല്ലോ വിളിക്കുക. ഉറപ്പായിട്ടും ഒരു മഴ പെയ്താൽ ഇത്തരം മെയിൻ്റനൻസ് വരും, അവർക്ക് വീണ്ടും വീണ്ടും വരുന്നതുകൊണ്ട് തന്നെ RCCB ബൈപ്പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇത് ശരിയായ രീതിയല്ലെന്ന് അവർക്കും അറിയാം, പക്ഷെ വേറെ വഴിയില്ല. അതുപോലെ തന്നെ 100% വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ലാമ്പുകൾ മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ടെങ്കിലും കാലക്രമേണ അത് ഡാമേജ് വരും, അതേപോലെ തന്നെ ലീക്കേജും വരും. ഇതിനൊരു സൊല്യൂഷൻ എന്താണ്? ആദ്യം തന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, ആവശ്യമില്ലാത്ത സ്ഥലത്ത് വെറുതെ ഒരുപാട് ഗാർഡൻ ലൈറ്റും ഗേറ്റ് ലൈറ്റും ഒക്കെ കയറ്റാണ്ട് അത്യാവശ്യമുള്ളിടത്ത് മാത്രം എക്സ്റ്റീരിയർ ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും ഇപ്പോൾ വീടെടുക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആഡംബരവും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വീട്ടിൻ്റെ ഉള്ളിലേക്കാട്ടും കൂടുതൽ ആളുകൾ പുറത്താണ് വെക്കാൻ താല്പര്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഗാർഡനിലും മറ്റും എക്സ്റ്റീരിയർ ഗാർഡൻ ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നൈറ്റ് ടൈമിൽ ഇത് കാണാൻ പ്രത്യേക രസമാണ്. അതുകൊണ്ട് ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല. ഗാർഡൻ ലൈറ്റും എക്സ്റ്റീരിയർ ലൈറ്റ് യൂസേജിൻ്റെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു ഡെഫിനറ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ വേണം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, പറ്റുന്നത്ര ഗാർഡൻ ലൈറ്റും മറ്റ് എക്സ്റ്റീരിയർ മഴ കൊള്ളുന്നിടത്ത് വെക്കുന്ന ലൈറ്റുകളുടെ എണ്ണം കുറയ്ക്കുക. അങ്ങനെ പറ്റാത്തടുത്ത് നിർബന്ധമായുള്ളടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡിൻ്റെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സ്പെയർ പാർട്സ് കിട്ടുന്ന ടൈപ്പുള്ള ലൈറ്റുകൾ വാങ്ങി വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, നിങ്ങൾ വിചാരിക്കും നല്ല ക്വാളിറ്റിയുള്ള നല്ല ടൈപ്പിൽ വയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാലം നിൽക്കുന്നു. പക്ഷേ ഇത് ഒരു മഴ ഡയറക്റ്റ് വെള്ളം അടിച്ച് ഉള്ളിൽ പോകുന്നത് കൊണ്ട് മാത്രമല്ല ഇത്തരം ലീക്കേജ് വരുന്നത്. ഇതിന് പല കാരണങ്ങളാവാം. ചിലപ്പോൾ അത് മഴവെള്ളത്തിൽ നീരാവി ഉള്ളിൽ കയറി അത് കണ്ടൻസ് ചെയ്തിട്ടുണ്ടാവുന്ന വെള്ളം കാരണം കോണ്ടാക്ട് ഷോർട്ടായി എർത്താവുന്നതാവാം. ചിലപ്പോൾ ഈ വയറുകളിട്ട പൈപ്പിലൂടെ ഉറുമ്പോ മറ്റോ കയറിയിട്ട് ഇതിൻ്റെ അകത്ത് കൂട് കെട്ടിയിട്ടാവാം. അല്ലെങ്കിൽ ചെതല് പോലുള്ള സംഭവം കാരണം അരിച്ചിട്ടാവാം ഇത് ലീക്കേജ് വരുന്നത്. ഇൻസ്റ്റാൾ ചെയ്തത് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും കുട്ടികൾ കളിക്കുമ്പോഴോ മറ്റോ ഇതിന് ബോളും മറ്റും കൊണ്ട് ഒരു ഹാർഡായി ഹിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ തരത്തിലുള്ള ക്രാക്ക് ലൂസോ വന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ നീരാവിയോ വെള്ളമോ കയറാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ചുമരിൽ ഫിറ്റ് ചെയ്ത വാൾ ലാമ്പുകളാണ് നമ്മൾ ചുറ്റുവട്ടും കോമ്പൗണ്ട് വാളിൽ വെച്ചിരിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. പിന്നീട് മെല്ലനെ ആരുടെയോ കായോ കാലോ എന്തെങ്കിലും തട്ടിയിട്ട് മെല്ലനെ അവിടുന്ന് ഡിസ്പ്ലേസ് ആവും. അവിടുന്ന് അതിലൂടെ ചെറിയ വെള്ളം ഒലിച്ചിറങ്ങിയിട്ടൊക്കെ ഷോർട്ട് ആവുന്ന സർവ്വസാധാരണമാണ്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഈ പെർഫെക്റ്റ് ഇൻസ്റ്റലേഷൻ ആയിരിക്കും. പക്ഷേ എങ്കിൽ എവിടുന്നെങ്കിലും ചെറിയ നീരാവി ഉള്ളിൽ കയറി ആ വെള്ളം കണ്ടൻസ് ആയി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ വയർ ഷോർട്ടായി പോകുന്നത്. ഇതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഇലക്ട്രീഷ്യന്മാർ കണക്ട് ചെയ്തിട്ടും ഈ പ്രശ്നം നിങ്ങൾക്കറിയാം. നീരാവിയാണ്, വെള്ളമല്ല. നീരാവി എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് ഇത് കയറി ഇതിൻ്റെ അകത്തേക്ക് നീരാവിയായിട്ട് വന്നിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവാം. ഇത് ചിലപ്പോൾ പൈപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത സമയത്തെങ്ങാനും കുറച്ച് വെള്ളം കയറിയിട്ടുണ്ടാവും. പിന്നീട് ലാമ്പ് ഒക്കെ വെച്ച് പെർഫെക്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പൈപ്പിലുള്ള വെള്ളം നീരാവിയായിട്ട് വേറെ എവിടെയും പോവില്ല.
ആ പൈപ്പിലുള്ള വെള്ളം പിന്നീട് ചൂടാവുമ്പോൾ നീരാവിയായി ലാമ്പിലേക്ക് വരും, അത് വീണ്ടും കണ്ടൻസ് ആയി അതിൻ്റെ അകത്ത് തന്നെ ഷോർട്ട് ആവും. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തു പറയാം. ഇതിന് സൊല്യൂഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ഇത്തരം കൊടുക്കുന്ന എക്സ്റ്റീരിയർ ലൈറ്റ് വീടിൻ്റെ പല വശത്ത് നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കാണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ, ഫോർ എക്സാമ്പിൾ ചില വീടുകളിൽ കാണാം കുറച്ച് ലാമ്പുകൾ സിറ്റ് ഔട്ടിൽ നിന്ന് എടുത്തു കൊടുക്കും, കുറച്ച് ലാമ്പുകൾ അടുക്കള വശത്ത് നിന്ന് എടുത്തു കൊടുക്കും, കുറച്ച് ലാമ്പുകൾ ഒരു ബെഡ്റൂമിൻ്റെ സൈഡിൽ നിന്ന് എടുത്തു കൊടുക്കും. ഡിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റും, പക്ഷെ പരമാവധി ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്ട് ഏതെങ്കിലും 1-2 പോയിന്റിൽ നിന്ന് സെപ്പറേറ്റ് DBന്ന് വയർ ഇട്ടിട്ട് കൊടുക്കുക. അതും പറ്റുമെങ്കിൽ ഒരു സെപ്പറേറ്റ് ELCB ഇട്ട് കൊടുക്കുക, എക്സ്റ്റീരിയർ ലാമ്പ് കംപ്ലീറ്റ്. അങ്ങനെ വരുമ്പോൾ ട്രിപ്പ് ആവുമ്പോൾ ആ ഒരു ELCB ട്രിപ്പ് ആവും, ഒരു സിംഗിൾ ഫേസ് ELCB ട്രിപ്പ് ആവും. അപ്പോൾ വീട് മൊത്തത്തിൽ ഇരുട്ടത്തിരിക്കേണ്ടി വരില്ല. അതായത് നിങ്ങൾ നോർമൽ രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു ഗാർഡൻ ലാമ്പ് കഷ്ടകാലത്തിന് ഷോർട്ട് ആയി കഴിഞ്ഞാൽ മൊത്തം ഇരുട്ടത്തിരിക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് മഴയാണ് സമയത്തെങ്കിൽ ആ മഴയത്ത് വന്നു കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇലക്ട്രീഷ്യൻ പിറ്റേന്ന് വരേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ആ രാത്രി മുഴുവൻ ഇരുട്ടത്തിരിക്കേണ്ടി വരും. പിറ്റേന്നും മഴയത്ത് വന്ന് ആൾക്കാർ ഇത് വന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നവരെ ഓൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കണക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വയറിട്ട് സെപ്പറേറ്റ് ELCB ഇട്ട് ചെയ്യാം. ഞങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന എല്ലാ വീടുകൾക്കും പ്രത്യേകം പറയുന്നതാണ്, എക്സ്റ്റേണൽ ആയിട്ട് ലൈറ്റ് വെക്കുന്നതിന് സെപ്പറേറ്റ് ELCB ഇട്ട് ചെയ്യാം. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്. കാരണം ഇപ്പോൾ കണ്ടിന്യൂസ് മഴയാണെങ്കിൽ മഴയത്ത് വന്നിട്ട് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാനൊന്നും പറ്റില്ല, എവിടെയാണ് ട്രിപ്പ് ആവുന്നത്. അപ്പോൾ ആ ഒരു ദിവസമൊക്കെ ശരിക്കും ഇരുട്ടത്തിരിക്കേണ്ട അവസ്ഥ ഒരു അനുഭവത്തിൽ വന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ELCB ഇട്ട് ചെയ്യുന്നത്. അപ്പോൾ പറ്റുമെങ്കിൽ പുതിയ വീടെടുക്കുന്ന എല്ലാവരും ഗാർഡൻ ലൈറ്റ്, പുറമേയുള്ള കോമ്പൗണ്ട് വാളിലെ ലാമ്പ്, ഗേറ്റ് ലാമ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ELCB ഇട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങൾ ഡിസൈൻ ചെയ്യുന്ന വീടുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഒരു ELCB. ഇപ്പോൾ നമ്മൾ ഗാർഡൻ ലൈറ്റ് വെക്കുന്നില്ലെങ്കിൽ അവിടെ ഒന്നും വെക്കേണ്ട, ഒരു സ്പെയർ ആയിട്ട് വിടുക. ഭാവിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗേറ്റ് ലൈറ്റോ എങ്ങനെ എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സെപ്പറേറ്റ് ELCB ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് സ്പെയർ ആയിട്ട് തന്നെ ലീവ് ചെയ്ത് കിടക്കാം. ഇപ്പം പിന്നെ ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ പറ്റാവുന്ന അടുത്ത് നിന്നൊക്കെ ഇത് ഒഴിവാക്കുക. മാക്സിമം ഇപ്പോൾ സോളാറിൻ്റെ നല്ല രീതിയിലുള്ള ലൈറ്റുകൾ വന്നിട്ടുണ്ട്. അതായത് വയറൊന്നും വേണ്ട, ഒരു ലൈറ്റ് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സോളാറിൻ്റെ വെളിച്ചത്തിൽ ചാർജ് ആവുകയും പിന്നീട് അത് വർക്കാവുകയും ചെയ്യും. ഇത്തരം ലൈറ്റ് യാതൊരു തലവേദനയില്ല. ഇത്തിരി വെളിച്ചം കുറവായിരിക്കും, നമ്മൾ ഉദ്ദേശിച്ച അത്ര പ്രകാശമൊന്നും ഉണ്ടാവില്ല. കാണാൻ ഭംഗിക്ക് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന ലൈറ്റുകൾ മാക്സിമം ഇത്തരം ലൈറ്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നമുക്കൊരു ഗേറ്റിലേക്ക് കാഴ്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ലൈറ്റൊക്കെ നോർമൽ ലൈറ്റ് കൊടുക്കുക, പക്ഷേ കാണാൻ വിഷ്വൽ ബ്യൂട്ടിക്ക് കൊടുക്കുന്ന ഗാർഡൻ ലൈറ്റ് അങ്ങനെയുള്ളത് മാക്സിമം ഇത്തരം സോളാർ ലാമ്പുകൾ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ചീപ്പറുമാണ്. ഈവൻ നമുക്ക് ഇതിന്റെ മോഡൽ മാറി കുറച്ച് ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ പുതിയ മോഡൽ വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, പക്ഷേ വയറൊക്കെ വലിച്ച് കൊടുക്കുമ്പോൾ അത് വയർ റീപ്ലേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വലിയ പണി തന്നെയാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഇത്തരം എക്സ്റ്റേണൽ ലൈറ്റ് അത്യാവശ്യമുള്ളിടത്ത് കൊടുക്കുക. അത്യാവശ്യമുള്ളിടത്ത് വേണമെങ്കിൽ സോളാറിന്റെ ലൈറ്റ്സ് കൊടുക്കുക. സോളാർ ഇപ്പോൾ മോഷൻ സെൻസർ അടക്കം വരുന്ന ലൈറ്റ് ചീപ്പായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അത്തരം ലൈറ്റിലേക്ക് പോകുന്നതായിരിക്കും ബെറ്റർ. ഹോപ്പ് ഈ കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരുന്നായിരിക്കും. സൊല്യൂഷൻ സിമ്പിൾ ആണ്. സെപ്പറേറ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ലൈൻ കൊടുക്കുക, സെപ്പറേറ്റ് ആയിട്ട് ELCB കൊടുക്കുക. പറ്റുമെങ്കിൽ ഇത് മാക്സിമം ഒഴിവാക്കി വയറില്ലാതെ സോളാർ ടൈപ്പ് ലൈറ്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. പുതിയ വീടോ ബിൽഡിങ്ങോ എടുക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഡിസൈൻസോ കൺസൾട്ടൻസിയോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ്, പ്രത്യേകിച്ചും അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയർസിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും, അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും അതിൽ മാറി വരുന്ന ടെക്നോളജിയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.